നമസ്കാരം. നിലമ്പൂരിന്റെ മലയോര മേഖലകളിൽ വന്യമൃഗശല്യം പുതുമയല്ല. പകലന്തിയോളം വിയർപ്പിറ്റ് നട്ടു നനച്ചു വളർത്തിയതെല്ലാം വന്യമൃഗങ്ങൾ കൊണ്ടുപോകാതെ രാത്രി പകലാക്കി കാവലിരിക്കുന്ന ഒരു ജനതയുണ്ട് അവിടെ. മലയോര മേഖലകളിലെ വന്യമൃഗശല്യം രൂക്ഷമായപ്പോൾ ആ ശല്യം ഒഴിവാക്കാൻ അവർ പല മാർഗങ്ങൾക്കും നിർബന്ധിതമായി. ആ കെണിയിലാണ് ഒരു പാവം ജീവൻ പൊലിഞ്ഞത്. ആ നോവിലും രാഷ്ട്രീയം കാണുന്ന, മരണം രാഷ്ട്രീയ നേട്ടത്തിന് വിഷയമാക്കുന്ന എല്ലാം പ്രബുദ്ധ വോട്ടർമാർ പുച്ഛിച്ചു തള്ളും. ചർച്ചയാകേണ്ടത് സുഗമമായി ജീവിക്കാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചാണ്, മനുഷ്യനും വന്യമൃഗത്തിനും. ടോപ് 10 സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. നിലമ്പൂർ വഴിക്കടവിൽ ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ രാഷ്ട്രീയ വിവാദം. പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ. പ്രസ്താവന തിരുത്തി മാപ്പ് പറയണമെന്നും രാജിവെക്കണമെന്നും പ്രതിപക്ഷം. രാഷ്ട്രീയ ഗൂഢാലോചന പരിശോധിക്കണമെന്ന് CPM. മരിച്ച അനന്തുവിന് വിട നൽകി നാട്. അറസ്റ്റിലായ മുഖ്യപ്രതി വിനീഷിനെ റിമാൻഡ് ചെയ്തു. കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. വിവാദങ്ങൾക്കിടെ നിലമ്പൂരിൽ വാശിയേറിയ പ്രചരണം. കൂടുതൽ സംസ്ഥാന ദേശീയ നേതാക്കൾ മണ്ഡലത്തിലേക്ക്. സ്വരാജിനു വേണ്ടി രംഗത്തിറങ്ങുന്നത് മന്ത്രിമാരുടെ നീണ്ട നിര. LDF-നായി മുഖ്യമന്ത്രിയും UDF-നായി പ്രിയങ്കാ ഗാന്ധിയും 13-നെത്തും. NDA-യുടെ പ്രചരണത്തിന് നേതൃത്വം നൽകുന്നത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ഭാരത് മാതാ വിഷയത്തിൽ മറുപടിയുമായി ഗവർണർ. വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിനും രാഷ്ട്രീയത്തിനും മുകളിൽ ആ സങ്കല്പത്തെ കാണാനാകണമെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനം പേടിച്ചിട്ടെന്ന് VD സതീശൻ. വിഷയത്തിൽ CPI നിലപാടിനെ പിന്താങ്ങാതെ CPM. കിറ്റക്സിന് ആന്ധ്രയിലേക്ക് ക്ഷണം ലഭിച്ചതിൽ പ്രതികരണവുമായി മന്ത്രി P. രാജീവ്. കിറ്റക്സ് വളർന്നത് കേരളത്തിൽ നിന്നാണെന്ന് ഓർക്കണമെന്ന് മന്ത്രി. കേരളത്തിൽ വ്യവസായം നടത്തുന്നത് മന്ത്രിയുടെ ഔദാര്യത്തിലല്ലെന്നും ആരുടെയും പിതൃസ്വത്തല്ല കേരളമെന്നും കിറ്റക്സ് MD സാബു M. ജേക്കബ്. പദ്ധതികൾ പലതുമുണ്ടെങ്കിലും കൊച്ചിയിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമില്ല. മുട്ടാർ മാലിന്യ പ്ലാന്റിനു വേണ്ടി പോണേക്കരയിൽ സ്ഥാപിക്കുന്ന വെറ്റ്വെൽ പമ്പിംഗ് സ്റ്റേഷനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. 600-ലധികം കുടുംബങ്ങൾ താമസിക്കുന്നിടത്താണ് പമ്പിംഗ് സ്റ്റേഷൻ കൊണ്ടുവരുന്നതെന്ന് പരാതി. ടോപ് 10 സ്പെഷ്യൽ. തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശസ്ത്രക്രിയകൾ മാറ്റിവെച്ച സംഭവത്തിൽ ഡയറക്ടറുടെ നേതൃത്വത്തിൽ നാളെ അടിയന്തര യോഗം. വിവിധ വകുപ്പ് മേധാവികൾ പങ്കെടുക്കും. നാളെ നടക്കാനിരുന്ന 10 ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചു. ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചത് വിവാദമായിരുന്നു. നടൻ ഉണ്ണി മുകുന്ദനെതിരായ മുൻ മാനേജർ വിപിന്റെ പരാമർശത്തിൽ നടപടിയെടുക്കുമെന്ന് ഫെഫ്ക. വിപിനുമായി സംഘടന ഒരു രീതിയിലും സഹകരിക്കില്ലെന്നും ജനറൽ സെക്രട്ടറി B. ഉണ്ണികൃഷ്ണൻ. നടൻ കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേടിലെ അന്വേഷണത്തിൽ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കും. അന്വേഷണം തൃപ്തികരമല്ലെന്ന് നടൻ കൃഷ്ണകുമാർ. യുവേഫ നേഷൻസ് ലീഗിൽ ഇന്ന് പോർച്ചുഗൽ സ്പെയിൻ പോരാട്ടം. മത്സരം ഇന്ത്യൻ സമയം രാത്രി 12:30 മുതൽ. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ ചാമ്പ്യനെ ഇന്നറിയാം. കാർലോസ് അൽക്കാരസിനെതിരെ യാനിക് സിന്നർ ആദ്യ 2 സെറ്റ് നേടി. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. 5 ജില്ലകളിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കി. സംഘർഷം. ആരംഭായിത്തം ഗോളിന്റെ നേതാവിനെ അറസ്റ്റ് ചെയ്തെന്ന വിവരത്തെ തുടർന്ന് ഇതുവരെ മണിപ്പൂർ സന്ദർശിക്കാത്ത പ്രധാനമന്ത്രി ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന് കോൺഗ്രസ്. സ്റ്റോറി ഓഫ് ദി ഡേ. ഇത്തിരി മുറ്റത്തെ ഒത്തിരി മധുരം. മലപ്പുറം വഴിക്കടവിൽ പന്നിയെ പിടികൂടാൻ സ്ഥാപിച്ച വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച അനന്തുവിന് ജന്മനാടിന്റെ യാത്രാമൊഴി. സഹപാഠികളും അധ്യാപകരും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രവർത്തകരുമടക്കം 100 കണക്കിന് പേരാണ് അനന്തുവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വീട്ടിലെത്തിയത്. സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി 11 മണിയോടെയാണ് അനന്തുവിന്റെ മൃതദേഹം വഴിക്കടവിന് സമീപം വെള്ളക്കട്ടയിലെ വീട്ടിലെത്തിച്ചത്. ഈ സമയം വൻ ജനാവലി വീട്ടിൽ അനന്തുവിനെ കാണാനായി തടിച്ചുകൂടി. അനന്ത് പഠിക്കുന്ന മണിമൂളി CKHSS-ലെ സഹപാഠികളും അധ്യാപകരും മൃതദേഹം കണ്ട് വിങ്ങിപ്പൊട്ടി. നാട്ടിൽ പ്രിയങ്കരനായിരുന്ന അനന്തുവിന്റെ വേർപാടിൽ ദുഃഖമടക്കാനാവാതെ ബന്ധുക്കളും കൂട്ടുകാരും പൊട്ടിക്കരഞ്ഞു.
വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം വെള്ളക്കട്ടയിലെ ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിച്ചു. അതേസമയം സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വഴിക്കടവ് സ്വദേശിയായ വിനീഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട് വാങ്ങിയതിന് ശേഷം നമ്മളതിൻ്റെ സെക്ഷൻ ആപ്റ്റായിട്ടുള്ള സെക്ഷൻ കൂടെ ആഡ് ചെയ്യും. പ്രതിനെ രാവിലെ തന്നെ നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തി ബാക്കി കോടതിയിൽ ഹാജരാക്കും. പന്നിയെ കെണിവെച്ച് പിടികൂടി മാംസവ്യാപാരം നടത്തുന്ന വ്യക്തിയാണ് അറസ്റ്റിലായ വിനീഷ്. ഇയാൾക്കെതിരെ നിരന്തരം പരാതിപ്പെട്ടിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. അതിനിടെ കേസന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. മലപ്പുറം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സി അലവിക്കാണ് അന്വേഷണ ചുമതല. അമൃത ന്യൂസ്, മലപ്പുറം. പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് 10ാം ക്ലാസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി രാഷ്ട്രീയ പാർട്ടികൾ. വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന വനംമന്ത്രിയുടെ പ്രസ്താവന വിവാദമായിട്ടുണ്ട്. വനംമന്ത്രി മാപ്പ് പറയണമെന്ന് UDF ആവശ്യപ്പെട്ടു. കുട്ടിയുടെ മരണം മനുഷ്യ വന്യമൃഗ സംഘർഷം മൂലമല്ലെന്ന് PV അൻവർ. പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം. KSEB ലൈനിൽ നിന്ന് അനധികൃതമായി വൈദ്യുതി ഉപയോഗിച്ച് പന്നിക്കണി ഒരുക്കിയതിലെ വീഴ്ച ചൂണ്ടിക്കാണിച്ച് UDF പ്രതിഷേധം ശക്തമാക്കിയതിന് പിന്നാലെ വിവാദ പ്രസ്താവനയുമായി വനമന്ത്രി AK ശശീന്ദ്രൻ രംഗത്തുവന്നു. പന്നിക്കണി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഒരുക്കിയതാണെന്ന് സംശയമുണ്ടെന്ന ശശീന്ദ്രന്റെ പ്രസ്താവനയാണ് വിവാദമായത്. ഇത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണ് കിട്ടിയ ഒരവസരമായി ഉപയോഗപ്പെടുത്തിയതാണോ അവസരമുണ്ടാക്കിയതാണോ എന്നൊരു സംശയം ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം പരിസരവാസികളായ ആളുകൾ പോയത് രാവിലെ അവിടെ അത്തരം ഒരു ഫെൻസിങ് ഇല്ലായിരുന്നു എന്നാണ്. വൈകുന്നേരമാകുമ്പോഴേക്കാണ് അവിടെ കിട്ടിയത്. മറ്റൊരു ഒരു സുഹൃത്ത് അവിടെ നിന്ന് പറയുന്നത് വീട്ടുകാരൻ അറിയില്ല, ഉടമസ്ഥൻ അറിയില്ല. അപ്പം ഇതാര് ചെയ്തു, എങ്ങനെ ചെയ്തു, എന്ത് ചെയ്തു, എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? അപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. തികച്ചും ദൗർഭാഗ്യകരമായ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നതായും രാഷ്ട്രീയ ഗൂഢാലോചന പരിശോധിക്കണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇതിത്ര പെട്ടെന്ന് വാർത്തയാക്കുകയും രാഷ്ട്രീയായുധമാക്കുകയും ചെയ്തതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ഗൂഢോദ്ദേശം ഉണ്ടോ എന്ന കാര്യം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കപ്പെടും, സ്വാഭാവികമായിട്ട് പരിശോധിക്കപ്പെടും. ഇമാതിരിയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരെ ആക്രമിക്കാൻ പുറപ്പെടുന്ന നില ശരിയായ നിലപാടല്ലോ. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചന സംഘമുണ്ട്. എന്തായാലും നിരുത്തരവാദിത്വപരമായ പ്രസ്താവന നടത്തിയ മന്ത്രി AK ശശീന്ദ്രൻ മാപ്പ് പറയണമെന്ന് UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് ആവശ്യപ്പെട്ടു. ഒരു മന്ത്രി ഇത്രമാത്രം നിരുത്തരവാദിത്വപരമായ ഒരു പ്രസ്താവനയുമായിട്ട് മുന്നോട്ട് വരുന്നത് മുഴുവൻ നിലമ്പൂരുകാരെ വേദനിപ്പിക്കുകയാണ്. എനിക്ക് ആ കാര്യമാണ് പറയേണ്ടത്. ഗൂഢാലോചനയുണ്ടെങ്കിൽ പരിശോധിക്കണമെന്നും അല്ലെങ്കിൽ വനം മന്ത്രി മാപ്പ് പറയണമെന്നും PV അൻവർ. മന്ത്രി പറഞ്ഞ ആ കാര്യം ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ പോലീസും സൗകര്യങ്ങളും എല്ലാം ഉള്ളത് ഈ ഗവൺമെൻറ് കയ്യിലാണല്ലോ. അടിയന്തരമായി ആ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ആളുകളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അല്ല, അങ്ങനെ ഒരു ഗൂഢാലോചന നടത്തിയിട്ടില്ലെങ്കിൽ മന്ത്രി അതിന് മാപ്പ് പറയണം. മന്ത്രിയും അത് വോട്ടാക്കാൻ രാഷ്ട്രീയം കളിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചിരുന്നുവെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ട് അതിനൊന്നും നടപടി എടുത്തിട്ടില്ല. അതാണ് വിദ്യാർത്ഥിയുടെ അതിദാരുണമായ മരണം രാഷ്ട്രീയ ആയുധമാക്കി ആരോപണ പ്രത്യാരോപണങ്ങളുമായി രാഷ്ട്രീയ കക്ഷികൾ പ്രചരണ രംഗത്ത് സജീവമാകുമ്പോഴും വന്യമൃഗശല്യവും മൃഗവേട്ടയുമൊന്നും തടയാൻ ഫലപ്രദമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അമൃത ന്യൂസ്, നിലമ്പൂർ. വഴിക്കടവിലെ മരണത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ നേതാക്കളുടെ വാക്പോര് വരും ദിവസങ്ങളിലേറെ വിമർശനങ്ങൾക്കിടയാക്കും. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് അപകടത്തിന് കാരണമെന്ന് UDF നേതാക്കൾ കുറ്റപ്പെടുത്തിയപ്പോൾ മരണത്തെ പോലും രാഷ്ട്രീയവൽക്കരിക്കുകയാണ് കോൺഗ്രസ് ചെയ്തതെന്ന് CPM നേതാക്കൾ പറഞ്ഞു. വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പല്ല വേണ്ടതെന്ന് BJP പറയുന്നു. അനന്തുവിന്റെ മരണത്തിനു പിന്നാലെ അർദ്ധരാത്രിയിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് കാര്യങ്ങളുടെ നിജസ്ഥിതി പുറത്തുവന്നപ്പോൾ പ്രതിരോധത്തിലായിരുന്നു. രാഷ്ട്രീയ ഗൂഢാലോചന എന്ന വനമന്ത്രിയുടെ പ്രസ്താവനയോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. മരണത്തിൽ ഗൂഢാലോചന ആരോപിച്ചത് ശീലമായ പ്രവൃത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഒരു നടപടിയില്ലാതെ നിഷ്ക്രിയനായിരിക്കുന്ന ഒരു മന്ത്രിയാണല്ലോ. ആ മന്ത്രി ഇതിൽ ഗൂഢാലോചന കുറ്റം ആരോപിച്ചിരിക്കുക. എത്ര ഹീനമായ തരത്തിലാണ് സംസാരിച്ചത്. ഒരു നിമിഷം പോലും ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല. ഇറങ്ങി പുറത്തു പോകണം.
ഒരു മരണമുണ്ടായാൽ അതിനെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുക എന്ന ഹീനമായ പ്രവർത്തനമാണ് കോൺഗ്രസ് നടത്തുന്നതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ കുറ്റപ്പെടുത്തി. ഇന്നലെ നിലമ്പൂർ ടൗണിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകർ വിജയരാഘവന്റെ വാഹനം തടഞ്ഞിരുന്നു. ഒരു മരണമുണ്ടായാൽ ആ മരണത്തെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുക എന്ന ഹീനമായ പ്രവർത്തനമാണ് കോൺഗ്രസ് നടത്തിയത്. അനന്തുവിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളെ കണ്ട UDF കൺവീനർ അടൂർ പ്രകാശും KPCC മുൻ അധ്യക്ഷൻ VM സുധീരനും വനമന്ത്രിയുടെ നിലപാടുകളെ പൂർണ്ണമായും തള്ളി. വനം വകുപ്പ് മന്ത്രി എന്നുള്ളതിൽ അദ്ദേഹം അത്തരത്തിൽ പ്രതികരിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അത് ഓരോരുത്തരുടെയും സ്വന്തമായി ഉള്ള തീരുമാനങ്ങളാണ്. ഈ കാര്യത്തിൽ രാഷ്ട്രീയത്തെക്കാൾ ഉപരിയായി മാനുഷിക പ്രശ്നമായി കണ്ടുകൊണ്ട് ഈ തരത്തിലുള്ള സാഹചര്യം ഒഴിവാക്കാൻ അധികാരികൾ ശ്രമിക്കുക എന്നുള്ളത് പരമപ്രധാനമാണ്. ശശീന്ദ്രന്റെ പ്രസ്താവന തരം താണതെന്നായിരുന്നു K. മുരളീധരന്റെ പ്രതികരണം. വനമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഏറ്റവും തരം താണ സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി. കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും ഉത്തരവാദിത്തം ഇല്ലാത്തൊരു വനമന്ത്രി ഉണ്ടായിട്ടില്ല. അനന്തുവിന്റെ മരണം UDF രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്നുവെന്ന ആരോപണം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ആവർത്തിച്ചു. പക്ഷേ ചില കേന്ദ്രങ്ങൾ നിലമ്പൂരിൽ ഇപ്പോൾ മരണം വിൽക്കുകയാണ്, ദുഃഖം വിൽപ്പനപ്പെട്ടമാക്കുകയാണ്. അത് UDF ആണ്. ആരോപണങ്ങൾക്ക് 1-2 ദിവസത്തെ ആവശ്യം മാത്രമാണ് ഉണ്ടാവുക. എന്നാൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആത്മാർത്ഥമായ സമീപനമാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത്. അമൃത ന്യൂസ്, നിലമ്പൂർ. മലപ്പുറം മമ്പാട് കൂളിക്കലിൽ കാട്ടുപന്നി ആക്രമണത്തിൽ 2 പേർക്ക് പരിക്ക്. കൂളിക്കൽ സ്വദേശികളായ കബീർ, യൂനുസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കബീറിന്റെ പരിക്ക് ഗുരുതരമാണ്. രാവിലെ 8 മണിയോടെയായിരുന്നു ആക്രമണം. ഇരുവരും തോട്ടിൽ കുളിക്കാൻ പോയതായിരുന്നു. പരിക്കേറ്റ കബീറിനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ 2 കിലോമീറ്റർ അപ്പുറത്ത് മമ്പാട് നടുവക്കാട് 3 പേർക്ക് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടുകയാണ് മലപ്പുറത്തെ മലയോര മേഖല. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം 5 പേർക്കാണ് പരിക്കേറ്റത്. അതേസമയം മാസ് കോമ്പിംഗ് നടത്തിയിട്ടും കാളികാവിലെ നരഭോജിക്കടുവയെ കണ്ടെത്താനായില്ല. നിലമ്പൂരിനടുത്ത് മമ്പാടാണ് കഴിഞ്ഞ ദിവസം കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റത്. മമ്പാട് സ്വദേശികളായ ജാനകി, അസൈനാർ, സുഹറാബി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജാനകിയുടെ വീട്ടുമുറ്റത്ത് വെച്ചാണ് പന്നി ആക്രമിച്ചത്. നിലമ്പൂരിനടുത്ത് പാലപ്പറമ്പിൽ കാട്ടുപന്നി ഇടിച്ച് ബൈക്ക് മറിഞ്ഞതിനെ തുടർന്ന് 2 യാത്രക്കാർക്ക് പരിക്കേറ്റു. പ്രദേശത്ത് വ്യാപകമായ കൃഷിനാശവും വന്യമൃഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതേസമയം കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്ന കടുവയെ ആഴ്ചകൾ പിന്നിട്ടിട്ടും പിടികൂടാനായില്ല. 60 ദൗത്യസംഘം ആഴ്ചകളായി തിരഞ്ഞിട്ടും കടുവയെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യത്തിൽ 2 ദിവസങ്ങളിലായി പ്രദേശത്ത് വിപുലമായ പരിശോധന നടത്തി. സംസ്ഥാന വനപരിശീലന കേന്ദ്രത്തിലെ ട്രെയിനികൾ, ഈസ്റ്റേൺ സർക്കിളിൽ വിവിധ ഡിവിഷനുകളിലെ 160ഓളം ജീവനക്കാർ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് മേഖലയിൽ വ്യാപക പരിശോധന നടത്തിയത്. എന്നാൽ കിലോമീറ്ററുകളോളം തിരച്ചിൽ നടത്തിയിട്ടും കടുവയുടെ സാന്നിധ്യമോ കാൽപ്പാടുകളോ കണ്ടെത്താൻ സാധിച്ചില്ല. 60 ദൗത്യസംഘം നാളെയും തിരച്ചിൽ തുടരും. കടുവ ഭീഷണി കാരണം ആഴ്ചകളായി ജോലിക്ക് പോകാൻ കഴിയാത്ത പ്രദേശത്തെ തൊഴിലാളികൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. അമൃത ന്യൂസ്, മലപ്പുറം. തിരുവനന്തപുരം പാലോട് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ടാപ്പിംഗ് തൊഴിലാളികളായ ദമ്പതികൾക്കാണ് പരിക്കേറ്റത്. ഇളവട്ടം സ്വദേശി ഗ്ലോറി, ഭർത്താവ് ജോസ് എന്നിവർ സ്കൂട്ടറിൽ റബ്ബർ തോട്ടത്തിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. ആലുംമൂട് പാലത്തിന് സമീപം വെച്ച് വാഹനത്തിൽ കാട്ടുപന്നി ഇടിക്കുകയായിരുന്നു. ഇന്നലെ പുലർച്ചെ 4:30ക്കാണ് സംഭവം. ഗുരുതരമായി പരിക്കേറ്റ ഗ്ലോറിയെ ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് നടക്കുന്നത്. കൂടുതൽ സംസ്ഥാന ദേശീയ നേതാക്കൾ മണ്ഡലത്തിലേക്ക് എത്തുന്നു. സ്വരാജിനു വേണ്ടി രംഗത്തിറങ്ങുന്നത് മന്ത്രിമാരുടെ നീണ്ട നിര. 13-ന് മുഖ്യമന്ത്രി എത്തുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി പ്രിയങ്കാ ഗാന്ധിയും മണ്ഡലത്തിലെത്തും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് NDA പ്രചരണത്തിന് നേതൃത്വം നൽകുന്നത്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ വാശിയേറിയ പ്രചാരണമാണ് നിലമ്പൂരിൽ മുന്നണികൾ കാഴ്ചവെക്കുന്നത്. വീടുകളും കടകളും കയറിയുള്ള പ്രചാരണ ചൂട് മുൻപെങ്ങുമില്ലാത്ത വിധം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്നു. കരുളായി പഞ്ചായത്തിലാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ പ്രചാരണം.
പ്രധാന കേന്ദ്രങ്ങളെല്ലാം സ്ഥാനാർത്ഥിക്കായി സ്വീകരണം ഒരുക്കിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ മന്ത്രിമാരുടെ നീണ്ട നിരയാണ് എം സ്വരാജിന് വേണ്ടി വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലുണ്ടാവുക. പ്രധാന വ്യക്തികളെ കൊണ്ടാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ വരും ദിവസങ്ങളിൽ ഷൗക്കത്തിനു വേണ്ടി പ്രചരണത്തിനെത്തും. എടക്കരയിലും പരിസര പ്രദേശങ്ങളിലുമാണ് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ പ്രചരണം. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് മലയോര മേഖലകളിൽ സ്ഥാനാർത്ഥിക്കൊപ്പം വോട്ട് ചോദിക്കുന്നത്. വീടുകളിലും കടകളിലും കേന്ദ്രീകരിച്ചാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറിന്റെ പ്രചരണം. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കമെന്ന നിലയിൽ സംഘടനാ സംവിധാനം പൂർണ്ണമായി നിലമ്പൂരിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് മുന്നണികൾ. അമൃത ന്യൂസ്, മലപ്പുറം. ഭാരത് മാതാ സങ്കല്പം വിവാദമാക്കുന്നത് ദൗർഭാഗ്യകരമെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിനും രാഷ്ട്രീയത്തിനും മുകളിൽ ആ സങ്കല്പത്തെ കാണാനാകണമെന്നും ഗവർണർ. ഭാരത് മാതയ്ക്ക് ജയ് വിളിക്കാൻ മടിച്ചു നിന്നവരെ കൊണ്ട് ഭാരത് മാതാ കി ജയ് എന്ന് വിളിപ്പിച്ചതിന് ഗവർണർക്ക് നന്ദിയെന്ന് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനും പറഞ്ഞു. നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭവനിൽ നടന്ന മൻ കി ബാത് പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു ഇരുവരും. ഭാരതാംബ വിവാദത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുകയാണ് ഗവർണർ. ഒരമ്മയുടെ മക്കളായ സഹോദരി സഹോദരന്മാരെന്ന് പ്രതിജ്ഞ ചൊല്ലി വളരുന്നവരാണ് ഭാരതീയർ. ഭാരത് മാതയെ തർക്ക വിഷയമാക്കുന്നത് ദൗർഭാഗ്യകരമെന്നും ഗവർണർ പറഞ്ഞു. My only thing is that Bharat Mata cannot be a issue for debate. It cannot be issue for a discussion also. How it can be? Can my mother be a topic for discussion? How it can be? My mother is mother. It is above everything. My Bharat Mata is above everything, beyond everything. You may be having your different thoughts, different ideology, but we are brothers. We are sisters. That particular issue has to be there in our mind. ആദ്യം രാജ്യം എന്നതാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്ന ആഹ്വാനം. അതുതന്നെയാണ് ഗവർണർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതെന്ന് V മുരളീധരൻ ചൂണ്ടിക്കാട്ടി. ഇത്രയും കാലം ഭാരത് മാതാ കി ജയ് വിളിക്കാൻ സംശയിച്ചു നിന്നിരുന്ന ആളുകളടക്കം ഇപ്പോൾ കൂട്ടമായി ദേശീയ പതാക ഉയർത്തി ഭാരത് മാതാ കി ജയ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ലെറ്റ് മീ ഓൾസോ താങ്ക് യു ഓൺ ബിഹാഫ് ഓഫ് ദ പീപ്പിൾ ഓഫ് കേരള ടു ബ്രിങ്ങിങ് ദിസ് നേഷൻ ഫസ്റ്റ് അപ്രോച്ച്. നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭവനിൽ നടന്ന മൻ കി ബാത് ക്വിസ് ചാമ്പ്യൻഷിപ്പ് വിജയികളെ അനുമോദിക്കുന്ന ചടങ്ങിലാണ് ഗവർണർ വിവാദ വിഷയത്തിൽ പ്രതികരിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഭാരതത്തിന്റെ സംസ്കാരവും പൈതൃകവും പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകാൻ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിലൂടെ സാധിക്കുന്നുവെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭവനിൽ നടന്ന മൻ കി ബാത് ക്വിസ് ചാമ്പ്യൻഷിപ്പിൽ വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രിയുടെ വികസിത ഭാരതമെന്ന ആശയത്തിൽ വിദ്യാർത്ഥികളെ പങ്കാളികളാക്കിയ അമൃത കൈരളി സ്കൂളിനെയും സംഘാടകരെയും ഗവർണർ അഭിനന്ദിച്ചു. ജലം പാഴാക്കാതെ സംരക്ഷിക്കുന്ന പദ്ധതി നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാലയത്തിലെ കുട്ടികൾ പരീക്ഷിച്ച് വിജയകരമാക്കിയത് ഒരിക്കൽ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം നേടുമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനും പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് ക്വിസ് ചാമ്പ്യൻഷിപ്പ് സീസൺ 4-ൽ വിജയികളാകുകയും പങ്കെടുക്കുകയും ചെയ്ത നെടുമങ്ങാട് താലൂക്കിലെ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് മുഖ്യാതിഥിയായി പങ്കെടുത്തത്. മുൻ കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ അധ്യക്ഷനായിരുന്നു. പരിസ്ഥിതി അവബോധം കുട്ടികളിൽ വളർത്തിയെടുക്കാൻ സ്കൂളിനു മുന്നിൽ മരം നട്ടുകൊണ്ടാണ് ഗവർണർ മാതൃക കാട്ടിയത്. മരങ്ങളും ചെടികളും നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതി രമണീയമായ അമൃത കൈരളി സ്കൂൾ ക്യാമ്പസിനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ഗവർണർ സംസാരിച്ചു തുടങ്ങിയത്. Today I am very much happy and pleased to be here amongst you, mainly because of this atmosphere, that this is really a fantastic environment, good campus, and that may be the probably reason why you have achieved so much marks and all those laurels. My pranams at the feet of Ma Amritanandamayi, because she has created such a nice campus. മൻ കി ബാത്ത് ആശയങ്ങളെ പ്രചരിപ്പിക്കുന്ന മേരാ യുവ ഭാരതിന്റെയും ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷന്റെയും ശ്രമങ്ങളെയും അമൃത കൈരളി വിദ്യാലയത്തെയും ഗവർണർ അഭിനന്ദിച്ചു. Where Mann Ki Baat quiz competitors are to be felicitated, and from here the people will go to Delhi also.
He asked me who has organized it. I told him Amrita Kairali Vidyalaya has organized, but the person behind them is my friend Muralidharan. അമൂല്യമായ ജലം പാഴാക്കാതെ എങ്ങനെ സംരക്ഷിക്കാമെന്ന് അമൃത കൈരളി സ്കൂളിലെ വിദ്യാർത്ഥികൾ പരീക്ഷിച്ച് വിജയകരമാക്കിയ പദ്ധതിയെ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അഭിനന്ദിച്ചു. These school students have made a novel experiment. They decided that in their toilet flush, how to reduce water discharge. Instead of using the whole water, how it can be minimized. And through that, how much water they have saved. This is an experiment by the students and parents of Amrita Kairali Vidyalaya. I am sure that one day in Mann Ki Baat he will refer this also. കിസ് ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ച് ഡൽഹിയിൽ പോകാൻ സാധിച്ച കുട്ടികളെയും പ്രാഥമിക തലത്തിൽ വിജയിച്ചവരെയും ചടങ്ങിൽ അനുമോദിച്ചു. +2 പരീക്ഷയിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ അമൃത കൈരളി സ്കൂളിലെ വിദ്യാർത്ഥികളെയും ഗവർണർ അനുമോദിച്ചു. ഓൾ കേരള അമൃത വിദ്യാലയം ഡയറക്ടർ GS സജികുമാർ ചടങ്ങിനെത്തിയ ഗവർണറെയും വി മുരളീധരനെയും ആദരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധു എസ്, മേര യുവ ഭാരത് സ്റ്റേറ്റ് ഡയറക്ടർ M അനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കിറ്റെക്സ് വളർന്നത് കേരളത്തിൽ നിന്നാണെന്ന് ഓർക്കണമെന്നും മനസമാധാനം വേണമെങ്കിൽ അവനവൻ തന്നെ വിചാരിക്കണമെന്നുമുള്ള വ്യവസായ മന്ത്രി P രാജീവിന്റെ പ്രതികരണത്തിന് മറുപടിയുമായി കിറ്റെക്സ് MD സാബു M ജേക്കബ്. കേരളം ആരുടെയും പിതൃസ്വത്തല്ലെന്നും കിറ്റെക്സിന് കേരളത്തിൽ തുടരാൻ ആരുടെയും ഔദാര്യം ആവശ്യമില്ലെന്നും സാബു M ജേക്കബ് വ്യക്തമാക്കി. കിറ്റെക്സ് പ്രസ്ഥാനങ്ങളെ ഏത് വിധേനയും കേരളത്തിൽ ഇല്ലാതാക്കാനായിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ ശ്രമമെന്നും സാബു ജേക്കബ് ആരോപിച്ചു. കിറ്റെക്സ് ആന്ധ്രയിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് സാബു ജേക്കബ് നടത്തിയ പ്രതികരണങ്ങൾക്ക് മറുപടിയായാണ് മന്ത്രി P രാജീവ് ചില വിമർശനങ്ങൾ ഉയർത്തിയത്. കേരളം വിടുമെന്ന് ആവർത്തിച്ചു പറഞ്ഞവർ ഇപ്പോഴും ഇവിടെ തന്നെ തുടരുന്നുണ്ടെന്ന് മന്ത്രി പരിഹസിച്ചു. വളരെ പ്രധാനപ്പെട്ട സ്ഥാപനം കേരളത്തിൽ ഓടിക്കുന്നു എന്ന് നിങ്ങൾ ടൈറ്റിൽ ഇടുമ്പോൾ കേരളത്തിലല്ലാതെ എവിടെയെങ്കിലും ഇപ്പോൾ ആ സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയോ? ചെറിയ അലൂമിനിയം കമ്പനി 6 പേരെ വെച്ചുണ്ടാക്കിയത് ഇന്ന് കേരളത്തിലുമല്ല പുറത്തും സ്ഥാപനം നടത്താനും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനിയായത് ഇവിടെ തന്നെ പ്രവർത്തിച്ചിട്ടല്ലേ? നിങ്ങൾ അവരുടെ നേതൃത്വ പ്രഖ്യാപനം ഏറ്റവും നല്ല അന്തരീക്ഷം എന്ന് പറയുന്ന സ്റ്റേറ്റിൽ എന്ന് ഉദ്ഘാടനം ചെയ്യുന്ന പറഞ്ഞ് എത്ര സമയം കഴിഞ്ഞു? ഇവിടെ എത്ര ശതമാനം മലയാളി ജോലി ചെയ്യുന്നുണ്ട്? ഇതുവരെ ഇവരാരും ഓടിച്ചിട്ടില്ലെന്ന് വ്യക്തമായില്ല. ഇവിടെ തന്നെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഒരു മിനിറ്റ് ഒരു സെക്കൻഡോ പോലും തടസ്സം 4 വർഷം ഉണ്ടായിട്ടില്ലല്ലോ. പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ. പിന്നെ സമാധാനം കിട്ടണമെങ്കിൽ അവനവും കൂടി വിചാരിക്കണം. ഇതിന് ശക്തമായ ഭാഷയിൽ മറുപടിയുമായി കിറ്റെക്സ് MD സാബു ജേക്കബ് രംഗത്തെത്തി. ഇന്നലെ ആന്ധ്രയിൽ നിന്ന് മന്ത്രി വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആന്ധ്രയ്ക്കെതിരെ തിരിഞ്ഞു. അപ്പോൾ സ്വന്തം പോരായ്മകൾ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട്, സ്വന്തം കഴിവില്ലായ്മകൾ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുക, മറ്റുള്ളവരെല്ലാം മോശമാണെന്ന് ചിത്രീകരിക്കുക. കിറ്റെക്സ് വളർന്നത് കേരളത്തിൻ്റെ മണ്ണിലാണ്, അത് മറക്കരുത്. ഇത് പറഞ്ഞാൽ നമുക്ക് തോന്നും ഈ കേരളം എന്ന് പറയുന്നത് അവർ തന്ന അല്ലെങ്കിൽ തീറെഴുതി മേടിച്ച് വ്യവസായം നടത്തുന്ന മാതിരിയാണ്. ഈ കേരളം എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനമാണ്. അത് ആരുടെയും പിതൃസ്വത്തല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് തന്നെ ഞാൻ പറഞ്ഞത്, കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്താലും അവർക്കൊരു പ്രശ്നമില്ല. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും വേണ്ട രീതിയിൽ മനസ്സ് വെച്ച് അങ്ങനെ കൊടുത്ത് മനസമാധാനം ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മലയാളികൾക്ക് കിറ്റെക്സ് കൊണ്ട് പ്രയോജനം ഉണ്ടാകണം എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടാണ് പ്രതിസന്ധി ഘട്ടത്തിലും ഇവിടെ തുടരുന്നത്. നേരത്തെ കേരളം വിട്ടിരുന്നെങ്കിൽ കിറ്റെക്സിന്റെ മൂല്യം സഹസ്രകോടികളായി ഇരട്ടിച്ചേനെയെന്നും സാബു ജേക്കബ് പറഞ്ഞു. കേരളം വിട്ടാൽ പ്രതിവർഷം 400 കോടി രൂപയിലധികം ലാഭമുണ്ടാക്കാൻ കഴിയുമെന്നും സാബു ജേക്കബ് പറഞ്ഞു. അമൃത ന്യൂസ്, കൊച്ചി. കൊച്ചിയിലെ ജനവാസ മേഖലയിൽ വലിയ ദുരന്തം സൃഷ്ടിച്ച ഒന്നായിരുന്നു 2023 ബ്രഹ്മപുരം തീപിടുത്തം. കൊച്ചിയിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് ഇപ്പോഴും ശാശ്വത പരിഹാരം കണ്ടെത്താനാകുന്നില്ല എന്നതാണ് വാസ്തവം. മുട്ടാർ മാലിന്യ പ്ലാന്റിനു വേണ്ടി എറണാകുളം പോണേക്കരയിൽ സ്ഥാപിക്കുന്ന വെറ്റ്വെൽ പമ്പിംഗ് സ്റ്റേഷനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. 600-ലധികം കുടുംബങ്ങൾ താമസിക്കുന്നിടത്താണ് പമ്പിംഗ് സ്റ്റേഷൻ കൊണ്ടുവരുന്നത്. കൊച്ചി നഗരത്തിലെ കനാലുകളിലെ ജലശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ് മുട്ടാർ മാലിന്യ ശുചീകരണ പ്ലാന്റ്. നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വീടുകളിലെയും ഫ്ളാറ്റുകളിലെയും മലിനജലം കനാലുകളിൽ ഒഴുകിയെത്തുന്നത് തടയുന്നതിനായി അവ ശുദ്ധീകരിച്ച് തുറന്നുവിടുന്നതാണ് പദ്ധതി. പദ്ധതിയുടെ ഭാഗമായി മലിനജലം ശുദ്ധീകരിക്കുന്നതിനുള്ള വെറ്റ്വെൽ പമ്പിംഗ് സ്റ്റേഷനാണ് പോണേക്കര മനക്കിപ്പറമ്പ് ഭാഗത്ത് നിർമ്മിക്കുന്നത്.
മെട്രോ റെയിലിന്റെ നേതൃത്വത്തിൽ സ്ഥലം അളക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിച്ചെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് പമ്പിംഗ് സ്റ്റേഷന്റെ നിർമ്മാണ ചുമതല വാട്ടർ അതോറിറ്റിക്ക് കൈമാറുകയാണ് ഉണ്ടായത്. ഞങ്ങളാരും ഈ പദ്ധതിക്കെതിരല്ല, പക്ഷെങ്കിൽ ഇത്രയും ഒരു ജനവാസ മേഖലയിലേക്ക് ഇത് കൊണ്ടുവന്ന് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഇത് തോന്നുന്നത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, തൃക്കാക്കരയിലെയും മുനിസിപ്പാലിറ്റിയിലെയും കളമശ്ശേരി ഏരിയയിലൊക്കെയുള്ള മലിനജലമാണ് ഈ റോഡ് കുത്തിപ്പൊളിച്ചുകൊണ്ട് ഇത്രയും ജനവാസ മേഖലയിലേക്ക് ഇത് കൊണ്ടുവരുന്നത്. ഈ പ്രോജക്റ്റിനെ പറ്റി യാതൊരു ടെക്നിക്കാലിറ്റീസും പഠിക്കാതെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. ഇതിനെപ്പറ്റി വാട്ടർ അതോറിറ്റിയിലെ എഞ്ചിനീയേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പം അവർക്ക് പോലും ഈ വെറ്റ്വെല്ലിനെ പറ്റി യാതൊരു ധാരണയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പ്രധാന ജലാശയങ്ങളിലേക്കടക്കം മലിനജലം ഒഴുകുന്നത് പദ്ധതി വഴി തടയാനാകുമെങ്കിലും ജനവാസ മേഖലയിൽ പമ്പിംഗ് സ്റ്റേഷൻ കൊണ്ടുവരുന്നത് ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് ജനങ്ങൾ പറയുന്നത്. പദ്ധതിയെക്കുറിച്ച് നാട്ടുകാർക്കിടയിൽ വേണ്ട രീതിയിലുള്ള വിശദീകരണം നടത്താൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. ഇത് ഏത് പദ്ധതിയാണെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതിയാക്കി മാറ്റണമെങ്കിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം. ഇവിടെ ജനവാസം കൂടുതലുള്ളൊരു മേഖല ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത് എന്താണെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ദുരൂഹതയുള്ള കാര്യം. അവരുടെ ആശങ്കകൾ ദൂരീകരിക്കാനായിട്ട് അധികാരികൾ ഈ പ്രദേശത്തുള്ള ആൾക്കാരെയും കൂടി വിളിച്ചുകൂട്ടി അവരുടെ സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുത്ത് അവരെ വിശ്വാസത്തിലെടുത്ത് മുമ്പോട്ട് പോവുകയാണ് നല്ലത്. അതിന് പകരം പദ്ധതി ഇങ്ങോട്ട് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്ക് വരികയും ജനങ്ങളുടെ സംശയങ്ങൾ അത് ദൂരീകരിക്കാനുള്ള മാർഗങ്ങളൊന്നും തന്നെ ആവിഷ്കരിക്കുകയും ചെയ്തിട്ടില്ല. അത് നടപ്പിലാക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടില്ല. പമ്പിംഗ് സ്റ്റേഷൻ ഏതെങ്കിലും തരത്തിൽ പ്രവർത്തനരഹിതമായാൽ അതിന്റെ ദൂഷ്യഫലങ്ങൾ പ്രദേശവാസികൾ ഒന്നടങ്കം ഏറ്റുവാങ്ങേണ്ടി വരും. തിടുക്കത്തിൽ സ്ഥലമേറ്റെടുത്ത് ജനവാസ മേഖലയിൽ തന്നെ പമ്പിംഗ് സ്റ്റേഷൻ കൊണ്ടുവരുന്നതിന്റെ നിർബന്ധ ബുദ്ധിയിലും ജനങ്ങൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. മാലിന്യ ശുചീകരണത്തിന് എതിരല്ല പോണക്കരയിലെ ജനങ്ങൾ. പക്ഷേ ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ടാകരുത് ഏതൊരു വികസനവും എന്നു മാത്രമാണ് ഇവർക്ക് പറയാനുള്ളത്. ക്യാമറാമാൻ CS ബൈജുവിനോടൊപ്പം സാരംഗ് PS, അമൃത ന്യൂസ്, കൊച്ചി. പോണേക്കരയിലെ ജനങ്ങൾ വികസനത്തിനെതിരല്ല, എന്നാൽ ജനവാസ മേഖലയിൽ മാലിന്യ ശുചീകരണം കൊണ്ടുവരുമ്പോൾ അത് ഇരട്ടി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് അവർ പറയുന്നത്. ഒരു ആരോഗ്യ വിദഗ്ധരെയും ഇവരുടെ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ആരോഗ്യ മേഖലയിലെ ഇതിൻ്റെ ആരോഗ്യപരമായ പാർശ്വഫലങ്ങൾ എന്താണ്? ഈ മാലിന്യമെല്ലാം കൂടെ കൊണ്ടുവന്ന് ഈ ജനവാസ മേഖലയിൽ കൊണ്ടുവന്ന് ഇതിവിടെ പൊട്ടിത്തെറിച്ച് ഇവിടെ ഹൈഡ്രജൻ സൾഫൈഡ് ഈ പ്രദേശം മുഴുവൻ പരന്ന് ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന 12,500 കുട്ടികളെ ബാധിക്കും. ഈ പ്രദേശത്ത് ആബാലവൃത്ത ജനങ്ങൾ, ഇവിടെ തന്നെ 6 മാസം പ്രായമുള്ള കുട്ടി മുതൽ 80 വയസ്സായ കൊച്ചുകുട്ടി വരെ ഇവിടെ ഈ സമരത്തിൽ പങ്കെടുത്തു. ഇവരെ എല്ലാം ബാധിക്കും. അപ്പം ഞങ്ങൾ ആദ്യമേ തുടങ്ങി പറയണത് ഒന്നേ ഉള്ളൂ, എന്ത് പ്രൊജക്റ്റ് വന്നാലും ഞങ്ങൾ ആരും ഇതിന് എഗെയിൻസ്റ്റ് പോകില്ല. പക്ഷേങ്കിൽ ഇത്രയും ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ ഇങ്ങനൊരു സാധനം കൊണ്ടുവയ്ക്കുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി ഇതിനകത്ത് പോയിസണസ് ഗ്യാസ് വന്നതറിയും. പൈപ്പുകൾ പൊട്ടിയിട്ട് നമ്മൾ എത്ര സമയം കൊണ്ടിട്ടാണ് ഇവിടെ എല്ലാം നന്നാക്കണം? ഇവിടെ ഒരു മെയിൻ്റനൻസ് നടക്കുമോ ശരിക്കും? ഈ ഇലക്ഷൻ തന്നെ ബഹിഷ്കരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ തീർച്ചയായിട്ടും വരും. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇത് മുനിസിപ്പാലിറ്റിയിലെ മാലിന്യം ഈ സാധാരണഗതിയിൽ ഒരു കാരണവശാലും ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ല. ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി സാരംഗ് PS ചേരുന്നുണ്ട്. സാരംഗ്, വികസനത്തിന്റെ ഭാഗമായാണെങ്കിലും പുതിയ പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ ഏറ്റവും ആദ്യം പരിഗണിക്കേണ്ടത് ജനങ്ങളുടെ സുരക്ഷിതത്വമാണ്. എന്നാൽ പൊണേക്കരയിലെ ജനങ്ങളുടെ കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പോണക്കരയിലെ ജനങ്ങൾ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് വികസനത്തിൻ്റെ ഭാഗമാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ളൊരു ശുചീകരണശാല അല്ലെങ്കിൽ വെറ്റ് വെൽ പമ്പിംഗ് സ്റ്റേഷൻ ഈ ഭാഗത്ത് ജനവാസ മേഖലയിൽ കൊണ്ടുവരുന്നത് ഒരുപക്ഷെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ അത് കടന്നേക്കാം. പ്രധാനമായും ഈ കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളായിരിക്കും ഇവിടേക്ക് ഒഴുകിയെത്തുക. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ പമ്പിംഗ് സ്റ്റേഷന് ഏതെങ്കിലും തരത്തിലൊരു തകരാറ് സംഭവിച്ചാൽ അത് അവരുടെയുള്ള എല്ലാ മനുഷ്യരുടെയും ജനജീവിതത്തിന് തന്നെ അത് വലിയ രീതിയിലുള്ള ദുസ്സഹമായി മാറും. അതുപോലെ തന്നെ മറ്റ് ആരോഗ്യപരമായ കാരണങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ മറ്റ് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ അത് കാരണമാകും. കുട്ടികളും അതുപോലെ തന്നെ പ്രായമായവരും ഉൾപ്പെടെയുള്ളവർ ഒന്നിച്ച് താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പോണേക്കര. അതുകൊണ്ട് തന്നെ അതൊരു വലിയ പ്രശ്നമായിട്ട് തന്നെയാണ് ഈ പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഗുരുതരമായ പ്രശ്നം ഈ സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത്. അതായത് ഈ പ്രദേശത്ത് 1 സെൻറ്റിന് വെറും 5 ലക്ഷം രൂപ മാത്രമാണ് നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് 1 സെൻറ്റിന് 40 ലക്ഷം രൂപ മുടക്കി അധികൃതർ അല്ലെങ്കിൽ സർക്കാർ ഇത്തരത്തിൽ 15 സെൻറ്റോളം സ്ഥലം ഈ ഭാഗത്ത് വാങ്ങിക്കൂട്ടുന്നു
എന്നുള്ളതൊരു വലിയ ആശങ്ക അല്ലെങ്കിൽ അതൊരു ഗുരുതര പിഴവായിട്ട് അല്ലെങ്കിൽ ഒരു ഗുരുതര ആരോപണമായിട്ട് ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പ്രധാനമായും 5 ലക്ഷം മാത്രമുള്ള സ്ഥലത്തിന് 1 സെൻറ്റിന് 40 ലക്ഷം വരെ മുടക്കാൻ തയ്യാറാകുന്നു. അത്തരത്തിലൊരു 15 സെൻറ്റ് സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ഒരു തരത്തിൽ നിർബന്ധ ബുദ്ധിയോട് അല്ലെങ്കിൽ അടിച്ചമർത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ആ ഭാഗത്ത് നടക്കുന്നത്. അവിടെ തന്നെ കൊണ്ടുവരണമെന്നാണ് അല്ലെങ്കിൽ പദ്ധതി കൊണ്ടുവരണമെന്നാണ് ഈ അധികൃതർ പറയുന്നത്. ഇതിനെതിരെയൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്. എന്തുതന്നെയാലും ഈ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് അധികൃതരുടെ തീരുമാനമെങ്കിൽ ശക്തമായ ഇതിൻ്റെ ഭാഗമായിട്ട് തുടർന്നും ശക്തമായ പ്രതിഷേധം തന്നെ സംഘടിപ്പിക്കുമെന്നാണ് ജനങ്ങൾ പറയുന്നത്. എന്തിനായാലും അധികൃതരുമായിട്ട് ഒരു വിശദമായ ചർച്ചയ്ക്ക് വഴിവെക്കണം. അതുപോലെ തന്നെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജനവാസ മേഖലയിൽ നിന്ന് മാറ്റി സ്ഥാപിക്കണം, പദ്ധതി ജനവാസ മേഖലയിൽ നിന്ന് മാറ്റി സ്ഥാപിക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ തന്നെയാണ് ശക്തമായും ഈ ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. പല പദ്ധതികളുണ്ടെങ്കിലും കൊച്ചിയിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും സാരംഗ് PS. ശസ്ത്രക്രിയകൾ മാറ്റിവെച്ച സാഹചര്യത്തിൽ തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നാളെ അടിയന്തര യോഗം ചേരും. വിവിധ വകുപ്പ് മേധാവികൾ പങ്കെടുക്കും. നാളെ നടക്കാനിരുന്ന 10 ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചു. ദേശീയ പ്രാധാന്യമുള്ള ആരോഗ്യ സ്ഥാപനമായ ശ്രീചിത്ര പോലെയുള്ള സ്ഥാപനങ്ങളിൽ ഓരോ വർഷവും ഉപകരണങ്ങൾക്കും മരുന്നിനുമുള്ള കരാറുകൾ പുതുക്കണമെന്നതാണ് ചട്ടം. മിനിമം സ്റ്റോക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചിലവാകുന്നതനുസരിച്ച് ബിൽ ചെയ്യുന്നതായിരുന്നു രീതി. കഴിഞ്ഞ 2 വർഷമായി ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് കരാർ പുതുക്കിയിട്ടില്ല. കഴിഞ്ഞ വർഷം വരെ കരാർ പുതുക്കാതിരുന്നിട്ടും കരാറുകാർ സ്റ്റോക്ക് എത്തിച്ചിരുന്നു. ഈ വർഷവും പുതിയ കരാർ ഒപ്പിടാതിരുന്നതോടെ ആശുപത്രിയിലുണ്ടായിരുന്ന സ്റ്റോക്ക് മുഴുവൻ കരാറുകാർ എടുത്തുകൊണ്ടുപോയി. ഇതോടെ ചികിത്സയും ശസ്ത്രക്രിയകളും പൂർണ്ണമായി മുടങ്ങി. 2023 മുതൽ നിലവിലെ ഡയറക്ടർ കരാർ പുതുക്കാൻ തയ്യാറാകുന്നില്ല. ഇതോടെയാണ് സങ്കീർണമായ ശസ്ത്രക്രിയകൾ നടക്കുന്ന ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം പൂർണ്ണമായും നിശ്ചലമായത്. തിങ്കളാഴ്ച മുതൽ ശസ്ത്രക്രിയകൾ നിർത്തിവെക്കേണ്ടി വരുമെന്ന് ചൂണ്ടിക്കാട്ടി വിവിധ വിഭാഗം മേധാവികൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർക്ക് നേരത്തെ കത്ത് നൽകിയിരുന്നു. നാളെ നടത്താനിരുന്ന 10 ശസ്ത്രക്രിയകളും മാറ്റിവെച്ചു. മുൻപും പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും മാനേജ്മെന്റ് അനങ്ങിയിട്ടില്ല. ശസ്ത്രക്രിയകൾ മുടങ്ങിയ സാഹചര്യത്തിലാണ് അടിയന്തര യോഗം വിളിച്ചിട്ടുള്ളത്. വിവിധ വകുപ്പ് മേധാവികളുമായി നാളെ ചർച്ച നടത്തും. നാളെ മുതൽ തീയതി നൽകിയിരുന്ന രോഗികളോട് ശസ്ത്രക്രിയ മാറ്റിവെച്ച കാര്യം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. എന്നാൽ മാറ്റിവെച്ച ശസ്ത്രക്രിയ എന്ന് നടക്കുമെന്ന കാര്യത്തിൽ ആശുപത്രി അധികൃതർക്കും വ്യക്തതയില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നടൻ ഉണ്ണി മുകുന്ദനെതിരായ മുൻ മാനേജർ വിപിന്റെ പരാമർശത്തിൽ നടപടിയെടുക്കുമെന്ന് ഫെഫ്ക. കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയെ സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ വിപിൻ മാധ്യമങ്ങൾക്ക് നൽകിയെന്നും വിപിനുമായി സംഘടന ഒരു രീതിയിലും സഹകരിക്കില്ലെന്നും ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം താരസംഘടനയായ അമ്മയുടെ ഓഫീസിൽ വെച്ച ഫെഫ്കയുടെയും അമ്മയുടെയും നേതൃത്വങ്ങൾ ഉണ്ണി മുകുന്ദനും വിപിനും തമ്മിലുള്ള തർക്കം പരിഹരിച്ചിരുന്നു. എന്നാൽ ചർച്ചയിലെ ധാരണകൾക്ക് വിപരീതമായി വിപിൻ ഒരു ദൃശ്യമാധ്യമത്തിന് തെറ്റിദ്ധാരണാജനകമായ വിവരങ്ങൾ നൽകിയത് തികഞ്ഞ അച്ചടക്ക ലംഘനമാണെന്നാണ് ഫെഫ്കയുടെ വിലയിരുത്തൽ. ചർച്ചയിൽ ഉണ്ണി മുകുന്ദൻ മാപ്പു പറഞ്ഞു എന്ന വിപിൻ കുമാറിന്റെ അവകാശവാദം ശരിയല്ലെന്നും ഫെഫ്ക വ്യക്തമാക്കി. ധാരണാലംഘനം നടത്തിയ സാഹചര്യത്തിൽ വിപിനുമായി യാതൊരു രീതിയിലും സഹകരിക്കില്ലെന്നും അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നുമാണ് ബി ഉണ്ണികൃഷ്ണൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത്. ശനിയാഴ്ചയാണ് അമ്മയുടെ ഓഫീസിൽ വെച്ച് ഫെഫ്കയുടെയും അമ്മയുടെയും നേതൃത്വങ്ങൾ ഉണ്ണി മുകുന്ദനും വിപിനും തമ്മിലുള്ള തർക്കം ചർച്ച ചെയ്തത്. ഇതിന്റെ ഫലമായി തർക്കങ്ങൾ പരിഹരിച്ചതായി സിനിമാ സംഘടനകൾ അറിയിച്ചിരുന്നു. ടൊവിനോ തോമസിന്റെ നരിവേട്ട എന്ന ചിത്രത്തിന് പോസിറ്റീവ് റിവ്യൂ ഇട്ടത് ചോദ്യം ചെയ്ത് ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചെന്നായിരുന്നു വിപിന്റെ പരാതി. മുഖത്തും തലയിലും നെഞ്ചിലും മർദ്ദിച്ചെന്നും അസഭ്യം പറഞ്ഞെന്നും ആരോപണമുണ്ട്. എന്നാൽ ഈ ആരോപണം ഉണ്ണി മുകുന്ദൻ നിഷേധിച്ചു. തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും ഇത് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് DGPക്കും ADGPക്കും നടൻ പരാതി നൽകുകയും ചെയ്തിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ പണം തട്ടിയെടുത്ത സംഭവത്തിൽ കുടുംബം വലിയ മാനസിക പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നടൻ G. കൃഷ്ണകുമാർ. കേസ് വേണ്ടെന്നാണ് ആദ്യം കരുതിയത്. നിവൃത്തികേടുകൊണ്ടാണ് വീഡിയോ പുറത്തുവിട്ടതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. അതിനിടെ കൃഷ്ണകുമാറിനെതിരെ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ FIRലെ വിവരങ്ങൾ പുറത്തുവന്നു. ദിയാകൃഷ്ണയുടെ സ്ഥാപനമായ ഓബയോസിയിൽ ജീവനക്കാരായിരുന്ന 3 വനിതാ ജീവനക്കാർ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന് സമ്മതിക്കുന്ന വീഡിയോ ഇന്നലെ രാത്രിയോടെയാണ് കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചത്. 69 ലക്ഷത്തിലധികം രൂപയുടെ കൃത്രിമം 3 വനിതകൾ ചേർന്ന് നടത്തിയിട്ടുണ്ടെന്ന് കൃഷ്ണകുമാർ പറയുന്നു. പണം നഷ്ടപ്പെട്ട ആൾക്കേ അതിന്റെ വേദന മനസ്സിലാകൂ എന്നും അതുകൊണ്ടാണ് ഈ രീതിയിൽ വനിതാ ജീവനക്കാരെ ചോദ്യം ചെയ്തതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. അവർ ഈ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ, ഈ 3 കുട്ടികളുടെ സ്റ്റേറ്റ്മെന്റ് അന്വേഷിച്ചാൽ അങ്ങോട്ട് പൈസ പോയിട്ടുണ്ടോ അവർ എടുത്തിട്ടുണ്ടോ ഇത് തെളിയിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട്
ആ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. അത് പോലീസ് അന്വേഷിക്കും, കണ്ടെത്തുന്നുള്ളതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. എന്നെ പറ്റി പറഞ്ഞിരിക്കുന്ന ആരോപണത്തിന്റെ എന്തെങ്കിലും ഡിജിറ്റൽ എവിഡൻസ് നിങ്ങൾ പറയും. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പറയൂ, എന്തെങ്കിലും എവിഡൻസ് നിങ്ങൾക്കുണ്ടോ പറയൂ. നിങ്ങളത് പറയണം. നിങ്ങളൊക്കെ കൊച്ചു കുട്ടികളാണ് ഇതിനകത്ത്. പോലീസ് നിഷ്പക്ഷമായി അന്വേഷിക്കണമെന്നും ജി കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു. കൃഷ്ണകുമാറിന്റെയും ജീവനക്കാരികളുടെയും പരാതി SHOയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘം അന്വേഷിക്കും. അതിനിടെ കൃഷ്ണകുമാറിനെതിരെ പോലീസ് എടുത്ത കേസിലെ FIRലെ വിവരങ്ങൾ പുറത്തുവന്നു. പണം നൽകിയില്ലെങ്കിൽ മാനഭംഗപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. ലൈംഗിക ചുവയോട് സംസാരിച്ച് പരാതിക്കാരുടെ വസ്ത്രങ്ങൾ പിടിച്ചുവലിച്ചുവെന്നും FIRലുണ്ട്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കേസ് തെളിയിക്കുമെന്ന് മ്യൂസിയം പോലീസ് പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ ഫൈനലിൽ ഇറ്റലിയുടെ ലോക 1-ാം നമ്പർ താരം യാനിക് സിന്നറും കാർലോസ് അൽക്കാരസും തമ്മിൽ വാശിയേറിയ പോരാട്ടം. യാനിക് സിന്നർ ആദ്യ 2 സെറ്റ് 6-4, 7-6 എന്ന സ്കോറിൽ മുന്നേറിയെങ്കിലും 3-ാം സെറ്റ് 4-6 അൽക്കാരസ് തിരിച്ചുപിടിച്ചു. 4-ാം സെറ്റിൽ വാശിയേറിയ പോരാട്ടമാണ്. 41 വർഷത്തിന് ശേഷമാണ് റാങ്കിങ്ങിൽ ആദ്യ 2 സ്ഥാനത്തുള്ളവർ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. യുവേഫ നേഷൻസ് ലീഗ് കിരീടം ലക്ഷ്യമിട്ട് പോർച്ചുഗലും സ്പെയിനും നേർക്കുനേർ. അർദ്ധരാത്രി 12:30 മ്യൂണിക്കിലെ അലയൻസ് അരീനയിലാണ് ആവേശ പോരാട്ടം നടക്കുന്നത്. 40-കാരൻ ക്രിസ്ത്യാനോ റൊണാൾഡോയും 17-കാരൻ ലമീൻ യമാലും ആദ്യമായി നേർക്കുനേർ വരുന്നുവെന്ന പ്രത്യേകതയും മത്സരത്തിനുണ്ട്. നിലവിലെ ചാമ്പ്യന്മാരായ സ്പാനിഷ് പട 2-ാം കിരീടം തേടിയാണ് ഇറങ്ങുന്നത്. പ്രഥമ നേഷൻസ് ലീഗിൽ മുത്തമിട്ട പറങ്കിപ്പടയും 2-ാം കിരീടമാണ് സ്വപ്നം കാണുന്നത്. കോഴിക്കോട് നടന്ന പ്രൈം വോളിബോൾ ലീഗ് 4-ാം സീസണിലെ താരലേലത്തിൽ മിന്നിത്തിളങ്ങി ജെറോം വിനീതും വിനീത് കുമാറും. താരലേലത്തിൽ ഏറ്റവും ഉയർന്ന തുകയായ 22.5 ലക്ഷം രൂപയ്ക്ക് ചെന്നൈ ബ്ലിറ്റ്സ് ജെറോം വിനീതിനെയും കൊച്ചി ബ്ലൂ സ്പൈക്കേഴ്സ് വിനീത് കുമാറിനെയും സ്വന്തമാക്കി. പ്ലാറ്റിനം വിഭാഗത്തിൽ നിന്ന് ആതിഥേയരായ കാലിക്കറ്റ് ഹീറോസും തിളങ്ങി. ഇതേ തുകയ്ക്ക് മലയാളി താരം ഷമീമുദ്ദീനെ ഇവർ കൂടാരത്തിലെത്തിച്ചു. അവസാന ഘട്ടത്തിൽ മികച്ച നീക്കവുമായി രംഗത്തെത്തിയ ബംഗളൂരു ടോർപിഡോസ് 14 ലക്ഷത്തിനാണ് PV ജിഷ്ണുവിനെ സ്വന്തമാക്കിയത്. പ്ലാറ്റിനം വിഭാഗത്തിൽ നിന്ന് 9 ലക്ഷം രൂപയ്ക്ക് ആയുഷിനെ സ്വന്തമാക്കിയതായാണ് ഡൽഹി തൂഫാൻസിന്റെ വലിയ നേട്ടം. 16 ലക്ഷത്തിന് ഷിഖർ സിംഗിനെ പ്ലാറ്റിനം വിഭാഗത്തിൽ നിന്ന് സ്വന്തമാക്കിയാണ് ഹൈദരാബാദ് ബ്ലാക്ക് ഹോക്സ് തിളങ്ങിയത്. മണിപ്പൂർ സംഘർഷവുമായി ബന്ധപ്പെട്ട് തീവ്ര മെയ്തൈ സംഘടനയായ ആരാംഭായ് തെങ്കോൾ നേതാവിനെ അറസ്റ്റ് ചെയ്ത CBI. കരൺ സിംഗിനാണ് അറസ്റ്റിലായത്. കരൺ സിംഗിന്റെ അറസ്റ്റിന് പിന്നാലെ മണിപ്പൂരിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സംഘർഷമുണ്ടായി. 5 ജില്ലകളിലാണ് സംഘർഷമുണ്ടായത്. മണിപ്പൂരിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കരൺ സിംഗിനെ അറസ്റ്റ് ചെയ്തതായി CBI സ്ഥിരീകരിച്ചു. അറസ്റ്റിന് പിന്നാലെ ഇന്നലെ രാത്രി 5 ജില്ലകളിലായി പൊട്ടിപ്പുറപ്പെട്ട അക്രമത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മണിപ്പൂരിൽ നിന്നുള്ള 25 MLA-മാരും ഒരു MPയും അടങ്ങുന്ന പ്രതിനിധി സംഘം ഞായറാഴ്ച ഗവർണർ അജയ് ഭല്ലയെ കണ്ടിരുന്നു. സംഘടനയെ ലക്ഷ്യം വെച്ചുള്ള നടപടിയല്ല ഇതെന്നും വ്യക്തിക്കെതിരെ നിലവിലുള്ള CBI കേസിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റെന്നും രാജ്ഭവൻ പ്രതിനിധി സംഘത്തെ അറിയിച്ചു. ഇംഫാൽ വിമാനത്താവളത്തിൽ നിന്നാണ് കരൺ സിംഗിനെ CBI പിടികൂടിയത്. 2023 മണിപ്പൂർ സംഘർഷവുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടയാളാണെന്നാണ് CBIയുടെ കണ്ടെത്തൽ. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം മണിപ്പൂർ സംഘർഷം CBI ആണ് അന്വേഷിക്കുന്നത്. അതിനിടെ മണിപ്പൂരിൽ സംഘർഷത്തെ തുടർന്ന് ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കി. ഇംഫാൽ, വെസ്റ്റ് ഇംഫാൽ, ധൗബൽ, ബിഷ്ണുപൂർ, കാച്ചിങ് ജില്ലകളിലാണ് ഇന്റർനെറ്റ് റദ്ദാക്കിയത്. കരൺ സിംഗിനെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് ആരംഭിച്ച പ്രതിഷേധം അക്രമത്തിലേക്ക് പോകുമെന്ന വിലയിരുത്തലിലാണ് ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. ഇംഫാലിൽ പ്രതിഷേധക്കാർ തെരുവിലിറങ്ങുകയും റോഡിൽ ടയറുകൾ കത്തിക്കുകയും ചെയ്തു. മണിപ്പൂർ സംഘർഷത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രിയങ്ക ഗാന്ധിയും രംഗത്തെത്തി. മണിപ്പൂരിനെ വിധിക്ക് വിട്ടതെന്തിനെന്ന് പ്രിയങ്ക എക്സിൽ കുറിച്ചു. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടും മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? പ്രധാനമന്ത്രി ഇതുവരെ മണിപ്പൂർ സന്ദർശിച്ചിട്ടില്ല. ഇത്തരം നിരുത്തരവാദപരമായ നടപടി ജനാധിപത്യത്തിൽ ദൗർഭാഗ്യകരമാണെന്നും പ്രിയങ്ക എക്സ്പോസ്റ്റിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ വിവരങ്ങളും പുറത്തുവിടണമെന്നും ആവശ്യം. അതേസമയം ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും 2009 മുതലുള്ള വോട്ടർ പട്ടിക പുറത്തുവിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമന പ്രക്രിയ മുതൽ പോളിംഗ് ശതമാനത്തിൽ വരെ അട്ടിമറിയുണ്ടെന്നായിരുന്നു രാഹുലിന്റെ വിമർശനം. സമീപകാലത്ത് നടന്ന മുഴുവൻ ലോക്സഭാ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും വിശദാംശങ്ങൾ പുറത്തുവിടണമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ പ്രധാന ആവശ്യം.
വോട്ടർ പട്ടിക, പോളിംഗ് ശതമാനമടക്കമുള്ള വിവരങ്ങൾ ലഭ്യമാക്കി സംശയം അകറ്റണമെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. നിങ്ങൾ ഭരണഘടനാ സ്ഥാപനമാണെന്നും ഗൗരവതരമായ ചോദ്യങ്ങളിൽ ഇടനിലക്കാരെ വെച്ച് മറുപടി പറയുകയല്ല വേണ്ടതെന്നും രാഹുൽ ഗാന്ധി എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. മഹാരാഷ്ട്രയിൽ പോളിംഗ് നടന്ന ദിവസം വൈകിട്ട് 5 മണിക്ക് ശേഷമുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാൻ തയ്യാറാകണം. ഇല്ലെങ്കിൽ കമ്മീഷന്റെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും വോട്ടർ പട്ടിക പുറത്തുവിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. 2009 മുതൽ 2024 വരെയുള്ള പട്ടികയാണ് കമ്മീഷൻ പുറത്തുവിടുക. അതേസമയം രാഹുൽ ഗാന്ധിയുടെ ആരോപണം തള്ളി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് രംഗത്തെത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഉയർന്ന പോളിംഗ് ശതമാനം കഴിഞ്ഞ 4 നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. പോളിംഗ് ശതമാനം ഉയർന്ന ഇടങ്ങളിൽ കോൺഗ്രസ് സഖ്യവും വിജയിച്ചിട്ടുണ്ട്. പുതിയ വോട്ടർമാരിൽ പകുതിയോളം കന്നി വോട്ടർമാരായിരുന്നുവെന്നും ഫട്നാവിസ് ചൂണ്ടിക്കാട്ടി. എന്നാൽ ബീഹാറിലും തോൽക്കുമെന്ന് രാഹുലും സംഘവും മുൻകൂട്ടി കണ്ടതിന്റെ വേവലാതിയാണിതെന്ന് BJP പരിഹസിച്ചു. ജനവിധിയെ രാഹുൽ അപമാനിക്കുകയാണെന്നും BJP തിരിച്ചടിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്.